ഞാൻ പട്ടികവർഗ ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് എ.ഡി. ജോൺസൺ. 75 വർഷത്തെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പരാമർശിക്കപ്പെടാത്ത ഒരു ജനവിഭാഗമാണ് പട്ടികവർഗം. അതിൽ പട്ടികവർഗത്തിൻ്റെ ഒരു കാര്യങ്ങൾക്കും നാളിതുവരെ നിയമാനുസൃതമായ നടപടിക്രമങ്ങളിൽ അനുവദിച്ചിട്ടുള്ളതും ഭരണഘടന അനുശാസിക്കുന്നതുമായ യാതൊരു കാര്യങ്ങളും ഇതുവരെയും ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും അതിനെ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ പോകുന്ന ആളുകൾ ഈ ജനവിഭാഗത്തിൻ്റെ കാതലായ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് ചിന്നക്കനാലിൽ 2002 ഇവിടുത്തെ ഭൂരഹിത ആദിവാസികളെ കുടിയിരുത്തി അവർക്ക് ഭൂമി കൊടുത്തുള്ള ആ വിഷയം. 2002 എ.കെ. ആൻ്റണി സർക്കാർ ചിന്നക്കനാൽ മേഖലയിൽ, ഉടുമ്പൻചോല താലൂക്ക് ചിന്നക്കനാൽ വില്ലയിൽ റവന്യൂ പുറമ്പോക്ക് ഭൂമിയായ 1490 ഏക്കർ ഭൂമി പട്ടികവർഗ ഏകോപന സമിതിയുടെ നൂറ്റാണ്ടുകാലത്തെ പോരാട്ടത്തിൻ്റെ ഫലമായി അനുവദിക്കുകയുണ്ടായി. ഈ അനുവദിച്ച 1490 ഏക്കർ ഭൂമിയിൽ 566 കുടുംബങ്ങൾക്കായിട്ട് 668 ഏക്കർ ഭൂമി മാത്രമാണ് ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത്. ഇനി വിതരണം ചെയ്യാൻ 822 ഏക്കർ ഭൂമി കൂടിയുണ്ട്. ഈ ചിന്നക്കനാൽ മേഖല പന്തലിക്കളം, വിളക്ക്, 301 കോളനി, 80 ഏക്കർ തുടങ്ങി 5 കോളനികളിലായിട്ട് ഈ 1490 ഏക്കർ ഭൂമി ആളുകൾക്ക് വിതരണം ചെയ്യേണ്ടതായിരുന്നു. ഇത് 2003 തന്നെ വിതരണം ചെയ്യേണ്ട ഭൂമിയാണ്. എന്നാൽ 1, 2, 3 ഘട്ടങ്ങളിലായി ഭൂമി വിതരണം ചെയ്തതിന് ശേഷം 1 ഇഞ്ച് ഭൂമി പോലും ഇടുക്കി ജില്ലയിലെ ഭൂരിപക്ഷ ആളുകൾക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വഞ്ചനാപരമായ ഒരു നിലപാട്. ഈ ഭൂമി കൊടുക്കുന്നതിൻ്റെ നടപടിക്രമത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ വകുപ്പ് എന്ന് പറയുന്നത് റവന്യൂ വകുപ്പാണ്. ഈ റവന്യൂ വകുപ്പ് ഭരിക്കുന്നതും CPI ആണ്. നമ്മൾ ഈ വകുപ്പിനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ പട്ടികവർഗ വികസന വകുപ്പിനെ സംബന്ധിച്ചിടത്തൊരു വകുപ്പുണ്ടെങ്കിൽ പോലും ഭൂമി ഏൽപ്പിച്ചു കൊടുത്താൽ അവർ വിതരണം ചെയ്യുന്നുള്ളതെ കളിച്ച് ഭൂമി കണ്ടെത്താനോ മറ്റ് നടപടിക്രമങ്ങൾക്കോ ഒന്നും അവർ തയ്യാറാവുന്നില്ല. എന്നാൽ ഈ ഭൂമി അനുവദിച്ച ഭൂമി കൊടുക്കുന്നതിന് കേരളത്തിൽ ആദ്യമായിട്ട് ചരിത്ര പശ്ചാത്തലത്തിന് പരിശോധിച്ചാൽ ഒരു ചരിത്ര സംഭവമായിട്ട് തന്നെയാണ് ഈ ഭൂമി കൊടുപ്പ് സംഭവം ഇവിടെ അരങ്ങേറിയത്. ഒട്ടേറെ സമരത്തിൻ്റെ ഫലമായി കേരളത്തിലെ ആദിവാസികളുടെ ഞാനടക്കമുള്ള ഒട്ടേറെ സംഘടനകളുടെ പരിശ്രമ ഫലമായിട്ടാണ് ഇവിടെ ഭൂമി കൊടുക്കുന്നതിൻ്റെ ഒരു തീരുമാനം. ഈ ഭൂമി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഏത് തരത്തിലായിരിക്കണം, എവിടെയായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ള യാതൊരു ധാരണയും ഗവൺമെൻറ്റിനോ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്കോ ഇല്ല. അവർ ഭൂമി അനുവദിച്ചതിന് ശേഷം തട്ടിക്കൂട്ടി ഒരു ട്രൈബൽ മിഷൻ എന്ന് പറയുന്ന, സംസ്ഥാന ട്രൈബൽ മിഷൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘടന ഉണ്ടാക്കി അവരുടെ മേൽനോട്ടത്തിലാണ് ഈ ഭൂവിതരണം നടന്നത്. അതായത് ജില്ലകളിൽ ജില്ലാ കളക്ടറും അതായത് പട്ടികവർഗ ജില്ലാ ഓഫീസറും കൺവീനറായും ആണ് ഈ ഭൂമിയുടെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 3 ഘട്ടം ഭൂമി വിതരണം നടന്നപ്പോൾ ഗവൺമെൻറ് തീരുമാനമെടുത്ത മന്ത്രിസഭാ യോഗ തീരുമാനത്തിൽ 3-ാം ഘട്ടത്തിൽ ഒരു വഞ്ചന നടത്തിയതിൻ്റെ കാര്യം കൂടെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 3 ഘട്ടം ഭൂമി കൊടുത്തപ്പോൾ ഈ ആദിവാസികൾക്ക് ഈ ഭൂമി കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരുടെ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ഭൂമി കൊടുത്തത്. സങ്കടമുള്ള ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ അകത്തുണ്ട്. ഭൂമി കൊടുത്തൽ അസൂയകളാണ്. പക്ഷേ ഒരിക്കലും ഒരു ഗുണം ചെയ്യാനായിട്ട് മാനസികമായിട്ട് താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഘട്ടം ഭൂമി കൊടുത്തതിന് ശേഷം ഈ ഭൂമി കൊടുക്കേണ്ട വിതരണം ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്നുള്ള തീരുമാനമാണ് അവരെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 3 ഘട്ടം ഭൂമി വിതരണത്തിന് ശേഷം 1 ഇഞ്ച് ഭൂമി പോലും ഇടുക്കി ജില്ലയിൽ നിന്നല്ല, ചിന്നക്കനാലിൽ നിന്നല്ല, വയനാട്ടിലും ആറളത്തും പാലക്കാടും ഒന്നും ഭൂമി വിതരണം നടന്നില്ല. ആർക്കും അറിയത്തില്ല എന്ത് സംഭവിച്ചു എന്നുള്ളത്. അതിൻ്റെ സംഭവം ഇതാണ്. ആദിവാസികൾക്ക് ഭൂമി കൊടുത്ത് അവർ ചുമ്മാ ഇങ്ങനെ 4-5 ഏക്കർ ഭൂമി അനുഭവിക്കേണ്ട, അങ്ങനെ അനുഭവിച്ചവർ അങ്ങനെ രാജ്യത്ത് അർമാദിച്ച് ജീവിക്കേണ്ട എന്നുള്ള ആ മാനസിക വിസ്ഫോടനത്തിൻ്റെ പരിണത ഫലമായിട്ടാണ് ഉദ്യോഗസ്ഥന്മാർ
3 ഘട്ടം ഭൂമി വിതരണം ചെയ്തിട്ട് ഇനി ഭൂമി വിതരണം ചെയ്യേണ്ട എന്നുള്ള മന്ത്രിസഭാ തീരുമാനം. ഞാൻ കള്ളം പറയുന്നതല്ല, നിങ്ങൾക്ക് കേരള മന്ത്രിസഭയുടെ 2003 തീരുമാനം എടുത്ത് നോക്കിയാൽ ആ തീരുമാനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിലെന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ ഭൂരഹിതരായ ആളുകൾ, എന്നെപ്പോലെ അനേകം ആളുകൾ ഈ ജില്ലയ്ക്കകത്തുണ്ട്, സംസ്ഥാനത്തുണ്ട്. അവരൊക്കെ ഭൂമിക്ക് വേണ്ടി അലയുമ്പോഴാണ്, അവർ ഭൂമിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോഴാണ് അനുവദിച്ച ഭൂമി പോലും കൊടുക്കാതെ ഈ ഗവൺമെൻറ്, ഈ ഉദ്യോഗസ്ഥപ്പട ഈ ആളുകളെ വഞ്ചിച്ച് ഭൂമി കൊടുക്കാതെ ഇവിടെ ഇട്ട്. ഇപ്പോൾ ഈ ഭൂമിയുടെ പശ്ചാത്തലം എന്താണ്? ഇവിടെ ചിന്നക്കനാലിൽ അനുവദിച്ച 1490 ഏക്കർ ഭൂമിയിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു 668 ഏക്കർ ഭൂമി കൊടുത്തത് 4-5 കോളനികളായിട്ടാണെന്ന്. 301 കോളനി ഉൾപ്പെടെയുള്ള ആളുകളായിട്ട് 560. പക്ഷേ അതിൽ പല ആളുകൾ ഇപ്പോൾ അവിടെ താമസമില്ല എന്നുള്ള കാര്യമെന്ന് പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കി കൊടുക്കാതെ കാട്ടിലോട്ട് ആളുകളെ പറഞ്ഞയച്ചിട്ട് കുറേ ഫണ്ട് അനുവദിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ പാക്കറ്റ് വഴി പോയെന്നുള്ളതല്ലാതെ, അത് അഴിമതിയുടെ കൂത്തരംഗമായി മാറി എന്നുള്ളതല്ലാതെ ആളുകൾക്ക് ആവശ്യമായ യാതൊരു സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ 1 വർഷം 2 വർഷം 3 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടം വിട്ടുപോയി. ഇപ്പോൾ അത് കാട് പിടിച്ച് കിടക്കുന്ന സാഹചര്യത്തിൽ കാടെല്ലാം എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം കാട് മുളച്ച് കിടക്കുന്ന സ്ഥലമൊക്കെയും വനം വകുപ്പിൻ്റെതാണെന്നുള്ള വ്യാഖ്യാനത്തിലാണ് ഈ കാലഘട്ടത്തിലെ നിയമങ്ങൾ വ്യാഖ്യാനിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വനം വകുപ്പ് ഇപ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കാൻ അവരുടേതായ കുൽസിത പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് കൊടുത്ത ഭൂമി അവരെ ഏറ്റെടുക്കാൻ തയ്യാർ. ഈ 566 പേർക്ക് പട്ടയം കൊടുത്ത ഭൂമി അവർ തിരിച്ചെടുക്കാൻ താല്പര്യപ്പെട്ടിരിക്കുകയാണ്. തിരിച്ചെടുക്കാൻ നടപടി എടുത്തുകൊണ്ടിരിക്കുക. തന്നെയല്ല, ചിന്നക്കനാൽ പ്രദേശമെന്ന് പറയുന്നത് ആനത്താരയായിട്ടും ആനയിറങ്ക ഉദ്യാനമായിട്ടും ഇത് മാറ്റിക്കൊണ്ട് ഇവിടുത്തെ നിർമ്മാണ നിരോധനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആദിവാസികളെ മാത്രമല്ല, പട്ടികജാതിക്കാരെ മാത്രമല്ല, നാട്ടുകാരെ പോലും ഈ പ്രദേശത്ത് കുടിയിറക്കൊണ്ട് മുഴുവൻ ആളുകളെ ഈ പ്രദേശത്ത് കുടിയിറക്കിക്കൊണ്ട് കേരളം ഒരു ഏകോപന പദ്ധതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്ന കുൽസിത ശ്രമം, ലോകത്തിലെ കാർബൺ ഫണ്ട് കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആദിവാസികൾക്ക് അനുവദിച്ച ഭൂമിയും കൊടുക്കാതെ അവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇനിയും ഭൂമി ലഭിക്കാനുണ്ട്. അപ്പോഴാണ് ഈ ഭൂമി അവർ വനത്തിനായിട്ട് വാങ്ങിക്കുന്നത്. അവർക്ക് ഭൂമി കൊടുക്കുന്നതിനെക്കുറിച്ച് അവർ വഞ്ചനയുടെ മറ്റൊരു നിലപാട്. ചിന്നക്കനാൽ പ്രദേശത്ത് 1 കോടി രൂപയോളം ഏകദേശം വിലയുള്ള ഭൂമിക്ക് 15 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇവിടെ താമസിക്കുന്ന ഏതാനും കുറേ ആളുകൾക്ക് വേണ്ടി 15 ലക്ഷം രൂപയ്ക്ക് അവർ അപേക്ഷയായിട്ട് നടക്കുകയും അത് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് അവരെ അക്ഷരം പ്രതി അവരെ വഞ്ചിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് ഈ ഭൂമി വനം വകുപ്പ് ഏറ്റെടുക്കാനുള്ള നടപടി നടത്തിക്കൊണ്ട് ഇതിനെ സംബന്ധിച്ച് റവന്യൂ വകുപ്പ് യാതൊരു കാര്യവും അവർ മൗനം ദീക്ഷിക്കുന്നതല്ലാതെ അവരെന്ത് ചെയ്യണമെന്നുള്ളത് യാതൊരു വകുപ്പോ അതിന് ബന്ധപ്പെട്ട ആളുകളോ ഒരു കാര്യവും വ്യക്തമാക്കുന്നില്ല. മറിച്ച് ഇവിടുന്ന് ആദിവാസികളെ ഓടിക്കുന്ന കാര്യത്തിൽ, ഈ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ഇവിടുന്ന് അവരുടെ താമസത്തിന് ഓടിക്കുന്ന കാര്യത്തിൽ അവർ വ്യക്തമായ ആ ഒരു നിലപാടും പറയുന്നില്ല. കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ട്, ഈ ഇക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ എന്നൊക്കെ പറഞ്ഞുള്ള വ്യാഖ്യാനം നൽകി ഇടുക്കി ജില്ലയിലെ ആളുകളെ ഇവിടുന്ന് കുടിയിറക്കുന്ന ദീർഘമായ കാലങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളുകളെ, കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് ഇവിടെ ജീവിക്കുന്ന ആളുകളെ, സർക്കാരിൻ്റെ ചെലവിൽ തന്നെ ഇവിടെ കുടിയിരുത്തിയ ആളുകളെ, കൃഷിക്കാരനെ അവരിപ്പം കയ്യേറ്റക്കാരനും വഞ്ചകനുമായിട്ട് അവരെ മാറ്റിക്കൊണ്ട് ഇടുക്കി ജില്ല തന്നെ കേരളം ഒട്ടാകെ തന്നെ ഒരു ഏകോപന പ്രക്രിയയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി. ഇത് CPIയുടെ അറിവില്ലാതെയോ ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിക്ക് അറിവില്ലാതെ ഇതൊന്നും നടക്കുകയില്ല. മറിച്ച് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ജനങ്ങൾക്ക് ഇതുവരെയും കൈവന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ഇവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ കൃഷിക്കാർ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമിയിൽ നിന്ന്, അവൻ്റെ വീട്ടിൽ നിന്ന് 50-60 വർഷം താമസിക്കുന്ന താമസിക്കുന്ന ആളുകൾ 10-25 വർഷമായി താമസിക്കുന്ന ആൾ അവൻ്റെ വീടും കുടിയും ഉപേക്ഷിച്ച് അവനെ ഒരു പൈസ പോലും കൊടുക്കാതെ ഇറക്കി വിടുന്ന കിരാതമായ ഒരു ഭരണ സംവിധാനത്തിലേക്ക് നിയമം വ്യാഖ്യാനിച്ച് ഈ ജനാധിപത്യ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ പ്രതിനിധികൾ നമുക്ക് വേണ്ടി വാദിക്കുന്നുണ്ടോ, കഴിഞ്ഞ കാലത്ത് അവർക്ക് നമുക്ക് വേണ്ടി വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് പരിശോധിക്കും. ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാണിച്ചാൽ മതി. ഓരോ MP-ക്കും അനുവദിക്കുന്ന ഫണ്ടുകളുണ്ട്. ആ ഫണ്ട് പോലും ചെലവഴിക്കാൻ മനസ്സില്ലാത്ത MP-മാർ അത് റിസർവേഷൻ സീറ്റിൽ നിന്ന് മത്സരിക്കുന്നത് അവിടെ പോലും ഫണ്ട് ചെലവഴിച്ചിട്ടില്ല. അല്ലാത്ത ആളുകളുടെ കാര്യത്തിൽ അങ്ങനെ പണം കൊടുത്താൽ അത് ചെലവഴിക്കാൻ പോലും, ആ മണ്ഡലത്തിൽ ചെലവഴിക്കാൻ പോലും താല്പര്യമില്ലാത്ത ജനപ്രതിനിധികൾ വീണ്ടും തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ അഖിലേന്ത്യാ തലത്തിൽ ദേശീയത മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇത് വോട്ട് പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ താമസിക്കുന്ന ജനങ്ങളുടെ യാതൊരു അടിസ്ഥാന ആവശ്യങ്ങൾ, ഇവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ ആവശ്യങ്ങൾ, കൃഷിക്കാരൻ്റെ ആവശ്യങ്ങൾ, അവൻ്റെ ദൈനംദിന ജീവിതത്തിലേക്ക് അവർ ഒരു ഫാസിസ്റ്റ് ഭരണത്തിലേക്ക് അവരെ വലിച്ചിളക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിന് കെടുതി ഉണ്ടാക്കുന്ന, അവർക്ക് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന
ഈ ഗവൺമെൻറ് രൂപീകരിക്കുന്നത് ജനപ്രതിനിധികളാണ്. ജനപ്രതിനിധി നമുക്ക് വേണ്ടി വാദിക്കുന്നത്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഈ സന്ദർഭത്തിൽ നമ്മളെ ഉൾക്കൊള്ളാത്ത, നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത, നമുക്ക് വേണ്ടി വാദിക്കാത്ത, നമുക്ക് വേണ്ടി നൽകുന്ന തുകകൾ ചെലവഴിക്കാത്ത അത്തരം പ്രതിനിധികളെ പാർലമെൻറ്റിലേക്ക് വിടണോ എന്ന് ഒരു 70 വട്ടം ആലോചിച്ച് നമ്മൾ വോട്ട് ചെയ്യേണ്ട ഒരു സന്ദർഭമാണ്. ആ CPIയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പട്ടികവർഗ്ഗങ്ങളോട് സംബന്ധിച്ചിടത്തോളം മാനസികമായി വലിയ താല്പര്യമുള്ള ആളുകൾ, എനിക്ക് വ്യക്തിപരമായിട്ട് നേതാക്കന്മാരെ അറിയാം. വർഷങ്ങളെ 40-40 വർഷമായിട്ട് ഞാൻ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അവർക്ക് അവരുടെ മനസ്സിൽ പട്ടികജാതിയോ പട്ടികവർഗ്ഗമോ ഒന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ദേശീയ തലത്തിലെ അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ അവർക്ക് അതിനെതിരെ മുഖം തിരിഞ്ഞ് നിൽക്കുകയും അവരുടെ അവകാശം നിഷേധിക്കുകയും ചെയ്യുന്ന ഇത്തരം ജനപ്രതിനിധികൾ ഇവിടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തക്കതായ ഒരു മറുപടി കൊടുക്കുവാൻ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഉപകരിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ നമ്മുടെ പ്രതിനിധികളെ പാർലമെൻറ്റിൽ അയക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്.